ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൻ്റെ തുടർന്നുള്ള വേദഭാഗങ്ങൾ ചിന്തിക്കുവാനായി പോവുകയാണ്. നാം യോഹന്നാനെ തിളപ്പിച്ച എണ്ണയിലിട്ട സന്ദർഭത്തിൽ സർവശക്തനായ ദൈവം പ്രിയപ്പെട്ടവനെ ആ തിളപ്പിച്ച എണ്ണയിൽ നിന്ന് വിടുവിപ്പാനായി ഇടയായി തീർന്നു എന്ന് നാം ചിന്തിപ്പാനിടയായി തീർന്നു. ദാനിയേൽ പ്രവചനം 3-ാമത്തെ അധ്യായം 19 മുതൽ 25 വരെയുള്ള വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ ബാബിലോണിൻ്റെ ചക്രവർത്തിയായ നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ യഹൂദ ബാലന്മാരായ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അവർ നമസ്കരിക്കാത്തത് കൊണ്ട് ഇവരെ എരിയുന്ന തീച്ചൂളയിൽ ഇടുവാനിടയായി തീർന്നു. അവരെ എരിയുന്ന തീച്ചൂളയിലേക്കിട്ട സന്ദർഭത്തിലും അവർക്ക് ഏതൊരു കേടും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകുവാനായി സാധിക്കുന്നുണ്ട്. അപ്രകാരം പ്രിയ ദൈവമക്കളെ, അതേ നമുക്ക് ദാനിയേൽ പ്രവചനം 6-ാമത്തെ അധ്യായം 16 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. കാരണം ദാനിയേൽ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു. അവൻ പ്രാർത്ഥിക്കുന്നത് നിമിത്തം ആരോടാണ്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവയോട്, സർവശക്തനായ ദൈവത്തോട് ദാനിയേൽ പ്രാർത്ഥിച്ച നിമിത്തം ആ ദാനിയേലിനെയും സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് ഇടുവാനായി ഇടയായി തീർന്നു. അപ്പോൾ സർവശക്തനായ ദൈവം യോഹന്നാനെ തിളപ്പിച്ച എണ്ണയിൽ നിന്ന് വിടുവിപ്പാനായി ഇടയായി തീർന്നു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നിവരെ സർവശക്തനായ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് വിടുവിപ്പാനിടയായി തീർന്നു. ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിൽ നിന്ന് ദൈവം വിടുവിപ്പാനായിടയായി തീർന്നു. ഇത്രയും വലിയ കഷ്ടതകൾ ദൈവഭക്തന്മാരുടെ ജീവിതത്തിൽ കടന്നു വന്ന വേളയിൽ സർവശക്തനായ ദൈവം അവരെയൊക്കെ അവിടെ വിടുവിപ്പാനും രക്ഷിപ്പാനുമായി ഇടയായി തീർന്നു. അപ്പോൾ നമ്മൾ ഇവിടെ യോഹന്നാനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ യോഹന്നാൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ കഷ്ടത അനുഭവിക്കേണ്ടതായ കാരണം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം യോഹന്നാന്മേൽ ദൈവം ദാനമായി പകരുവാൻ വേണ്ടിയാണ്. ഈ അനുഗ്രഹം യോഹന്നാനിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് നൽകുവാനും പകരപ്പെടുവാനും അതിനുവേണ്ടിയാണ് ദൈവം ഇപ്രകാരമുള്ള പദ്ധതി ഒരുക്കുവാനായി ഇടയായി തീർന്നത്. ഒരു വലിയ നദിയിൽ നിന്ന് അതിൻ്റെ പോഷക നദി ഒഴുകി പല ഇടങ്ങളിലും വെള്ളം എത്തിച്ച് കൊടുക്കുന്നത് പോലെയാണ് യോഹന്നാനിൽ നിന്ന് മറ്റ് അപ്പോസ്തല ശിഷ്യന്മാരിലൂടെ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലായിട്ട് ഈ ദൈവവചനം എത്തിക്കുവാൻ ദൈവം ഒരുക്കിയ പദ്ധതിയായിരുന്നു. റോമാലേഖനം 5-ാം അധ്യായം 3-4 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് തന്നെയുമല്ല, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത കടന്നു വരുമ്പോൾ നാം സഹിഷ്ണുതയോടെ അതിനെ നേരിടുക. അത് നമുക്ക് നേരിടണമെങ്കിൽ ഇന്ന് രാത്രിയിൽ പ്രിയമുള്ളവരെ നമുക്ക് ആത്മധൈര്യമുണ്ടായിരിക്കണം. ആത്മധൈര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നാൽ മാത്രമേ നമുക്ക് പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. അതാണ് യോഹന്നാൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. നാം ദൈവകൃപയിൽ നിലനിൽക്കുമ്പോൾ ദൈവം നമ്മെ കൈവിടത്തില്ല. നമ്മുടെ ദൈവത്തിന് നാം ഏത് സാഹചര്യത്തിൽ ആയിരുന്നാലും നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ വിടുവിപ്പാൻ, നമ്മെ സഹായിപ്പാൻ നമ്മുടെ കർത്താവിനെ കൊണ്ട് കഴിയും. നമ്മുടെ ദൈവത്തെ കൊണ്ട് കഴിയാത്തതായ
യാതൊരു കാര്യമില്ല. അതുകൊണ്ട് നാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ നമ്മുടെ ദൈവത്തോട് അറിയിക്കുകയത്ര വേണ്ടത്. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവെന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ നിമിഷത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും നിലയിൽ ഭാരത്തോടെ, പ്രയാസത്തോടെ, വേദനയോടെ, കണ്ണുനീരോടെ, നിരാശയോടെ, നൊമ്പരത്തോടു കൂടി ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ പ്രിയമുള്ളവരെ, ആമേൻ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. നിങ്ങളിലൂടെ ആമേൻ സ്വതം വലിയ പദ്ധതി ദൈവം നടപ്പിലാക്കി. നിങ്ങളിലൂടെ അനേക പാപികൾ രക്ഷാനിർണയം പ്രാപിപ്പാൻ, നിങ്ങളിലൂടെ അനേക വ്യക്തികൾ, രോഗികൾ സൗഖ്യം പ്രാപിപ്പാൻ ആമേൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടത സാരമില്ല എന്നെണ്ണിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ വചനം കേൾക്കുന്ന അങ്ങയുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ ആവശ്യങ്ങളുമായി തിരുമുമ്പിൽ അടുത്തു വരുന്നവരെ ഉപേക്ഷിക്കാത്ത നല്ല കർത്താവേ, യോഹന്നാനെ പല ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും വിടുവിച്ചതുപോലെ ഈ ജനത്തെയും അവിടുന്ന് വിടുവിച്ച് അവിടുന്ന് അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ് പിതാവേ. ആകയാൽ വചനം കേൾക്കുന്ന എല്ലാ അങ്ങയുടെ മക്കളെയും ആമൻ ഈ നിമിഷത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. കർത്താവായ യേശുവേ, അവിടുത്തെ കൃപയിൽ ഏവരെയും പൊതിഞ്ഞ് സൂക്ഷിക്കണമെന്ന് വളരെ വിനീതമായി പ്രാർത്ഥിക്കുന്നു. എളിയവൻ്റെ പ്രാർത്ഥന കേട്ടതേക്കായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കണം നല്ല പിതാവേ. ആമേൻ.